വിഭവം എന്താണെന്നറിയോ? ഇതാ കൊഞ്ചും മാങ്ങി. അപ്പോൾ പച്ച മാങ്ങ, തക്കാളി, പച്ചമുളക് അരിഞ്ഞിട്ടു കേട്ടോ. അപ്പം നമുക്കതിലേക്ക് മുളക് പൊടി, കളറിന് ആവശ്യമായിട്ട് കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങ നല്ലോണം വെന്തുണ്ട്. പരിക്ക് കുറച്ച് അരപ്പുണ്ടാക്കണം. തേങ്ങ, അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടിയും കൂട്ടിയിട്ട് നമ്മൾ അരക്കും കേട്ടോ. അതിൻ്റെ മുന്നേ നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. അത് അരച്ചെടുക്കട്ടെ. അപ്പോഴേക്ക് നമ്മളെ കൊഞ്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം കൊഞ്ചൊക്കെ നല്ല വെന്തിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. കൊഞ്ചും മാങ്ങ കറി വെച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്നാണ് പതഞ്ഞ് വരട്ടെ. പതഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അടിപൊളി. ചോറിഞ്ഞുണ്ടോ വയ്ക്കും, അത്ര ടേസ്റ്റാട്ടോ അതിൽ. ഉപ്പ് കുറവുണ്ട്. അപ്പം തീ ഓഫാക്കാണ്. ഈ ചൂട് കിടന്ന് ഈ തേങ്ങ ഒന്നാണ് വെന്തോട്ടെ. നമുക്കിതൊന്ന് വറവിടണം. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ നല്ല മൂത്തിട്ടുണ്ട്. ഉള്ളി, കരിവേപ്പില. മൂത്ത് വരട്ടെ. നമുക്ക് നിറത്തിന് ആവശ്യത്തിന് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇടുന്നില്ല, അതിൻ്റെ അത്യാവശ്യം മുളക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൊഞ്ചും മാങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുന്നനുള്ള കറി കേട്ടോ. ഓക്കെ, എന്ത് ടേസ്റ്റാണെന്നറിയോ? മറ്റേ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ കൊഞ്ചും മാങ്ങയും കറി വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചത് കേട്ടോ. ഇതിൽ ഞാൻ ജീരകം ഇടുമെന്ന് പറഞ്ഞിരുന്നില്ല. ചെറിയ ജീരകം അല്ല ഇട്ടത്, വലിയ ജീരകം ഇട്ടോട്ടെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കറി, അടിപൊളി കറിയാണ്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വീഡിയോ ഇടാപ്പോൾ ഓരോ തടസ്സങ്ങൾ പോലെയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന്
കമൻ്റ് ഇടണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.